The Honorable Minister for Finance, Government of Kerala, is a seasoned political leader with extensive experience in public service. He has played a crucial role in managing the state's finances and shaping fiscal policies. Known for his pragmatic approach, Sri Balagopal has focused on enhancing revenue generation, improving financial transparency and ensuring equitable development across the state. Under his leadership, Kerala has made significant strides in financial reforms with a particular emphasis on strengthening the state's economic resilience and promoting sustainable growth. It's now my privilege to invite the chief guest of this distinguished occasion, Sri K.N. Balagopal, to the dais. Before we hear from him, I would like to request Sri Mohammad Rafi, Director, INMEC UAE, to felicitate the Honorable Minister with a bouquet of flowers as a token of our appreciation. Sri Mohammad Rafi, Director, INMEC from UAE, will now present a bouquet to the Honorable Minister. വളരെ പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ ഷറഫുദ്ദീൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ സുരേഷ് കുമാർ, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, സംസാരിച്ച് അല്പം മുമ്പ് ഈ വേദി വിട്ട ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ്, ഈ വേദിയിലുള്ള ശ്രീ മുഹമ്മദ് അലി ഉൾപ്പെടെ ശ്രീ ഗോപാലേട്ടൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ബഹുമാനരെ, ഇവിടെ പങ്കെടുക്കുന്ന ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബറിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടി അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യമായി എനിക്ക് തോന്നിയത്, ഏറെക്കാലമായി ഞങ്ങളെല്ലാവരും അറിയുന്നതും ബഹുമാനിക്കുന്നതുമായ കുറേ പ്രമുഖരായ വ്യവസായികൾക്ക് കേരളത്തിൻ്റെ അന്തർദേശീയ രംഗത്തെ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ആ ബഹുമാനരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഔപചാരികമായ സല്യൂട്ട് കൊടുക്കുന്ന പരിപാടി എന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നോട് ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരെ എല്ലാം അറിയുന്നവരാണ്, എല്ലാവരെയും വ്യക്തിപരമായി അറിയാവുന്നല്ല, അവരെയൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്, ചിലരെ വ്യക്തിപരമായി അറിയാം. ആ പരിപാടിക്ക് ഞാൻ എന്തായാലും വരാം അന്ന് ഏറ്റതാണ്. ഇന്ന് അല്പം താമസിച്ചത് ധനകാര്യ കമ്മീഷനും 16-ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്കൊരു യോഗം ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ യോഗമാക്കി വെച്ചതാണ്, അത് ഇവിടുന്ന് തന്നെ കയറി, അതുകൊണ്ടാണ് അല്പം താമസിച്ചത്. കേരളത്തിൻ്റെ അടുത്ത 5 വർഷക്കാലത്തേക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ധനകാര്യ പങ്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള യോഗമായിരുന്നു, അത് കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ എല്ലാ മേഖലയിലും അവർക്ക് ദൈനംദിന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യവസായങ്ങളിലും ഉള്ളവരാണ്, വാണിജ്യരംഗത്തുള്ളവരാണ്. അവരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതിനാണ് ഞങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ സംബന്ധിച്ചും വാണിജ്യ രംഗത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ദീർഘമായി വ്യവസായ മന്ത്രി സംസാരിക്കുകയുണ്ടായി. കേരളത്തിനെ പറ്റിയുള്ള പുറത്തുള്ള ഒരു ധാരണയും യഥാർത്ഥത്തിൽ എന്താണ് കേരളം എന്നുള്ളതും വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് എടുത്തു പറഞ്ഞതാണ്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദകരായി പല മേഖലയിലുള്ളത് കേരളത്തിലെ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പോയി അങ്ങനെ വികസിച്ച് വന്നതാണ്. ഓരോ മേഖലയിലും, എല്ലാ മേഖലയും എടുത്താലും അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി കൂടുതൽ സജീവമായി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് നോളജ് എക്കണോമിയെ പറ്റിയാണ്. നോളജ് ഏത് സമയത്തും നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്തെ ചെറിയ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ അത് പൂർണ്ണമായും AI ബേസ്ഡ് ആയിട്ടുള്ള പുതിയ എക്കണോമിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കേരളത്തിൻ്റെ വലിയ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ഇവിടേക്ക് നിങ്ങളുടെ എല്ലാം ഇടപെടൽ വേണമെന്നുള്ളതാണ് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന എല്ലാവർക്കും അതുതന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന അഭ്യർത്ഥന. കേരളത്തിൻ്റെ പോസിറ്റീവായ ആസ്പെക്റ്റുകൾ ഞാൻ പറയുന്നില്ല. കേരളത്തിന് ഭൂമി വളരെ കുറച്ചേ ഉള്ളൂ, 1.6% ഉള്ളൂ. അതിനകത്ത് തന്നെ 60%, 50% ഫോറസ്റ്റ്, തോട്ടം കൂടി ചേർത്ത് അതിൽ കൂടുതലാണെന്നൊക്കെയുള്ള പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ആവശ്യത്തിന് സ്ഥലം നമുക്കുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ശുദ്ധമായ വായുവുണ്ട്, വെള്ളമുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ സാധ്യത വളരെയേറെയാണുള്ളത്.
ലോകത്തെ ഏത് രാജ്യത്തും ചെയ്യുന്നതിനേക്കാളും മോശമല്ലാതെ നമുക്ക് എല്ലാത്തരം കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഭാഗമായിട്ടുള്ള ഇൻ്റർനെറ്റും അതുപോലെ പുതിയ ഫെസിലിറ്റി മാത്രമല്ല, ഇത്രയും അടുത്ത് എയർപോർട്ടുകളുള്ള ലോകത്തൊരു രാജ്യമില്ല. വാട്ടർ കണക്ടിവിറ്റി ഇത്രയുള്ള സ്ഥലമില്ല, വേറൊരു സ്ഥലമില്ല. ഇതൊക്കെ ഞാൻ അതിശയോക്തി പറയുന്നതല്ല, അല്ലെങ്കിൽ കേരളീയൻ എന്ന നിലയിൽ അഭിമാനത്തിന് വേണ്ടി മാത്രം പറയുന്നതൊന്നുമല്ല. ഇന്ത്യയുടെ GDP നമ്മൾ 3.8% അല്ലെങ്കിൽ 4% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പോപ്പുലേഷൻ നമുക്ക് 2.73% താഴെയാണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനകത്ത് നമുക്ക് ആ ഒരു സ്ഥാനമുണ്ട്. പുതിയ മേഖലകളിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ ബഡ്ജറ്റിൽ നേരത്തെ പറഞ്ഞിരുന്നു. അത് പലയിടത്തും നടക്കുന്നുണ്ട്. ഞാൻ കൊട്ടാരക്കരയിൽ അത്തരം ഒരു സ്ഥാപനം പല സ്ഥലത്തും നടക്കുന്നതാണ് അവിടെ വന്നിരുന്നത്. അപ്പോൾ അവിടെ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിലും ഈ സോഹോ കോർപ്പറേഷൻ അവർ റീജിയണലായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. സോഹോ കോർപ്പറേഷൻ അവിടെ അവരുടെ ഒരു ക്യാമ്പസ് തുടങ്ങി. സോഹോ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അത്തരമൊരു സ്ഥാപനം വന്ന് അവിടെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തും ലോക്കലായി വരുന്നുണ്ട്. നമുക്ക് ഈ സാധ്യത ഉപയോഗിച്ച് കൂടുതൽ കാര്യം ചെയ്യണം. എനിക്ക് ദീർഘകാലം മുമ്പ് തന്നെ, കുറേ കാലം മുമ്പ് പരിചയമുള്ളതാണ് ശ്രീ മുഹമ്മദ് അലി. അദ്ദേഹം ഞാൻ VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ബോർഡിൽ വെച്ചാണ് അദ്ദേഹത്തിനെ എനിക്ക് പരിചയം. വളരെ കൃത്യമായി ക്രിസ്പായിട്ടേ കാര്യങ്ങൾ പറയാറുള്ളൂ, പക്ഷേ കൃത്യമായി ബിസിനസ് ലൈക്കായിട്ട് തന്നെ ആ മീറ്റിങ്ങിൽ കാര്യം പറയുന്ന ഒരംഗമായിരുന്നു അദ്ദേഹം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ കേരളത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നേരത്തെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ വളരെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അങ്ങനെ ഹോട്ടൽ ബിസിനസ്സും കൺവെൻഷൻ സെൻറ്റേഴ്സും ഒന്നും വാസ്തവത്തിൽ കേരളത്തിൻ്റെ സാധ്യത അനുസരിച്ച് വന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഖത്തറിൽ ഒന്ന് പോയിരുന്നു. അത് KSFEയുടെ ഒരു പരിപാടിയായിട്ട്. വലുതായി വിദേശ രാജ്യങ്ങളിൽ അധികം പോകുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അവിടെ എല്ലാം ആർട്ടിഫിഷ്യലായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, അവിടെ ആയാലും ബഹ്റിനായാലും ഒക്കെ ചെറിയ രാജ്യം, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ അടുത്തടുത്ത് നൂറുകണക്കിന് ഹോട്ടലുകൾ, അവിടെ അതിന് പറ്റുന്ന പിന്നെ സീസൈഡ് മറ്റുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കേണ്ടതാണ്. ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ KSIDCയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും KFC പോലെയുള്ള സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ, ഇപ്പോൾ KFCയോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ചുമതലയുള്ള പിന്നെ ആളെന്ന നിലയിൽ ഈ ഹോട്ടൽ ബിസിനസ്സിന് പ്രത്യേകം ഒരു പർട്ടിക്കുലർ സമയത്ത് 1-2 വർഷത്തേക്ക് ഒരു 50 കോടി രൂപ വരെ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും വേണം. അതിനകത്ത് 1-2 വർഷം ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് സബ്സിഡിയോടുകൂടി ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുക എന്ന തരത്തിൽ. അപ്പോൾ ആളുകൾ വരണം. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ മേഖലയിൽ, ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിലൊക്കെ ധാരാളം കാര്യം ചെയ്യാം. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രവാസികളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് ഇവിടെ പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. ഇപ്പോൾ തന്നെ എറണാകുളം, നേരത്തെ ഇവിടെ ശ്രീ P. രാജീവ് പറഞ്ഞു, ഗിഫ്റ്റ് സിറ്റി വന്നു. ഗിഫ്റ്റ് സിറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയുടെ കൂട്ട് തന്നെ അതേപോലെ തന്നെ സൗകര്യങ്ങൾ തരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഗിഫ്റ്റ് എന്നുള്ള പേരെടുക്കാൻ പറ്റില്ല, അത് ഗുജറാത്താണ്, അതുകൊണ്ട് അത് അതേപോലെ തരുന്നില്ല. പക്ഷേ ഗിഫ്റ്റ് സിറ്റിയുടെ മോഡലിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 2000 കോടിയോളം രൂപ ഇപ്പം തന്നെ 1000 കോടിയോളം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് പാലക്കാട് വഴിയുള്ള കോറിഡോർ, മറ്റൊന്ന് കോഴിക്കോട് കണ്ണൂർ കോറിഡോർ. വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കേരളത്തിനെ മൊത്തം ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. ലോകത്തെ ഇപ്പോൾ ഗൾഫിലുള്ള ഏത് പോർട്ടിനേക്കാളും വലിയ പാർട്ട് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം. 3 ലക്ഷം ടൺ ചൗഭാരമുള്ള കപ്പലുകൾ എടുക്കാവുന്ന ലോകത്തെ ലാർജസ്റ്റ് പോർട്ടാണ്. അങ്ങനെ അത്തരം ലാർജസ്റ്റ് പോർട്ടുകളിലൊന്നാണ്. അതിൻ്റെ ചേർന്ന് ധാരാളം അസംബ്ലിംഗ് യൂണിറ്റുകൾ വരേണ്ടതുണ്ട്. ധാരാളമായിട്ടുള്ള പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ട് വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ട സാധ്യതയുണ്ട്. ഇത്തരം സാധ്യതകൾ നല്ലതുപോലെ ഉപയോഗിക്കുക എന്നുള്ളത് അടുത്ത ഒരു ഡീക്കേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിരിക്കും എന്നാണ് ഗവൺമെൻറ്റും ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. കാരണം പോർട്ടെന്ന് പറഞ്ഞാൽ, കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്. ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നതാണ്, കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഫോർമലായ അനൗൺസ്മെൻറ്റും എടുത്തു. കിഫ്ബി വഴി അത് തിരുവനന്തപുരത്തുനിന്ന് NHൻ്റെ പാരലായും മെയിൻ റെയിൽവേ ലൈനിൻ്റെ പാരലായും കൊല്ലം, അവിടുന്ന് മീറ്റർ ഗേജ് ലൈനുണ്ട്, പഴയ മീറ്റർ ഗേജ്, ഇപ്പോൾ അത് ബ്രോഡ് ഗേജാണ്. ചെങ്കോട്ടയ്ക്ക് പോകുന്ന, മധുരയ്ക്ക് പോകുന്ന, തൂത്തുക്കുടിക്ക് പോകുന്ന, ചെന്നൈ പോകുന്ന ലൈൻ, അതിന് പാരലായും കൊല്ലം ചെങ്കോട്ട റോഡിന് പാരലായിട്ടും ഒരു 2 ജില്ലയിലെ വളരെ വലിയൊരു ഏരിയയിൽ ഒരു ഡെവലപ്മെൻറ്റ് സോൺ, ഗ്രോത്ത് സോൺ അനൗൺസ് ചെയ്തു. 1000 കോടി രൂപ അത് കിഫ്ബി വഴി അതിനാവശ്യമായ പണം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വികസനവും
സർക്കാരിൻ്റെ പാർക്ക് എടുത്ത് നടത്താൻ പറ്റില്ല. സർക്കാർ ലാൻഡ് അക്വിസിഷൻ നടത്താൻ പോകണമെങ്കിൽ 3 times പണം കൊടുക്കണമെന്ന് മാത്രമല്ല 3 വർഷമെങ്കിലും മിനിമം വേണ്ടി, അതിൽ കൂടുതൽ വേണ്ടി വരും. നിങ്ങളുടെ PPP മോഡലിൽ അതുപോലെ സ്വതന്ത്രമായി ആ കാര്യത്തിന് സ്ഥലം മേടിച്ച് വിവിധ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് ഇപ്പോൾ ആ മേഖലയിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മുടെ ആപ്പിൾ ഫോണിൻ്റെ അസംബ്ലിങ് ഇന്ത്യയിലാണ് ലോകത്താകെയുള്ള ആപ്പിൾ ഫോണിൻ്റെ 25% പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഫോസ്കോൺ അല്ല പെട്രഗോണാണെന്ന് തോന്നുന്നു, പെട്രഗോണാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ. അവരുടെ ഷെയർ ക്യാപിറ്റൽ, മജോറിറ്റി ഷെയർ ക്യാപിറ്റൽ ടാറ്റ വാങ്ങി. ടാറ്റ അത് വാങ്ങി ടാറ്റയുടെ കമ്പനിയായി. അപ്പോൾ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഇനി ടാറ്റ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഇത്തരം സ്ഥാപനങ്ങൾ ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ സെൻറ്ററുകളിൽ നിന്നും പോർട്ടുകളിലേക്ക് 1000 കിലോമീറ്ററോ 2000 കിലോമീറ്ററോ ട്രാവൽ ചെയ്ത് കയറ്റി അയക്കുന്നതിന് പകരം കേരളത്തിൽ എവിടുന്നായാലും 5-6 മണിക്കൂർ, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ 2-3 ജില്ലയുടെ സ്ഥലത്തുനിന്നാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് വാഹനത്തിൽ കയറ്റി കണ്ടെയ്നറിൽ കയറ്റി പോർട്ടിൽ കൊണ്ടുപോയി കയറ്റി വിടാവുന്ന സൗകര്യമാണ് വിഴിഞ്ഞം പോർട്ട് വരുന്നത്. വിഴിഞ്ഞം വരുമ്പോൾ സ്വാഭാവികമായും കൊച്ചി പോർട്ടും ഒക്കെ അതിൻ്റെ അടുത്തുന്ന നിലയിലേക്ക് 40,000 ടണ്ണൊക്കെ കയറ്റാവുന്ന കപ്പലുകളാണ് ഇവിടെ വരുന്നതെങ്കിൽ അത്തരം കപ്പലുകൾക്കുള്ള ഫെസിലിറ്റി കൂടുതൽ പിന്നെ സൗകര്യങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ചെറിയൊരു ഭാഗമേ ഉള്ളൂവെങ്കിലും ലോകത്താകെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായ കാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഭൂപ്രദേശമാണ് നമ്മുടെ. അത് ഇൻഡസ്ട്രി മാത്രമല്ല. ഇപ്പോൾ ഇവിടെ മുരളിയുടെ അനുഭവമുണ്ട്, മിൽമ പോലെ തന്നെ മുരളിയ നല്ല കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഈ അത്തരം സ്ഥാപനങ്ങൾ ഫാം ബേസ്ഡ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾക്ക് സാധ്യതകളേറെയുണ്ട്. ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ലോജിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള IBSൻ്റെ പ്രൊഫസർ VK മാത്യൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും നല്ല ഈ തോട്ടങ്ങളെ ഉപയോഗിച്ച്, തോട്ടം റബ്ബർ ആണ് നമുക്ക് ഏറെ കൂടുതൽ, പക്ഷേ ആ തോട്ടം റബ്ബർ അല്ലാതെ തന്നെ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ അക്കാര്യത്തിൽ യോജിപ്പാണ്. കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഫ്രൂട്ട്സ് അത് പ്രോസസ്സ് ചെയ്തോ ഫ്രൂട്ടായോ കയറ്റി അയക്കാൻ പറ്റുന്ന സൗകര്യം അടക്കം, അതിന് റെഫ്രിജറേറ്റഡ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഘട്ടം കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘട്ടമാണ്. അതിന് ഇവിടെ സല്യൂട്ട് നൽകുന്ന ഈ രംഗത്തെ ലീഡേഴ്സ്, അവർക്ക് വേൾഡ് ട്രേഡിൻ്റെ, വേൾഡ് ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിവിടെ നമ്മുടെ ഈ തുണിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും നേരിട്ട് എനിക്ക് പരിചയമില്ല, ഇതൊക്കെ വായിക്കുന്ന ആളുകളെന്ന നിലയിൽ ആ രംഗത്തൊക്കെ എത്രത്തോളം V-സ്റ്റാറിൻ്റെയും V-ഗാർഡിൽ നിന്ന് V-സ്റ്റാറും മറ്റു കാര്യങ്ങളിലുമാക്കി പോയിട്ടുള്ള വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള, സ്വന്തമായി ഇത്തരം പാതകൾ വെട്ടിത്തുറന്ന ആളുകളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ രംഗത്ത് പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഈ ആർട്ടിഫിഷ്യൽ സ്കിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ബയോടെക്നോളജിയുടെ ലാബ്, ടെക്നോളജി രംഗത്തും ആ രംഗത്തുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ മുഹമ്മദ് അനീഷിനെ അറിയുന്നതാണ്. അവിടെ ആ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്നപ്പോൾ കണ്ടു. ഞാൻ ധനകാര്യമന്ത്രിമാരും അത്രയും കാര്യങ്ങളിൽ ധാരാളം വലിയ ഇൻട്രാക്ഷനുള്ള ആളുകളല്ല, കൂടുതൽ ഞങ്ങളങ്ങനെ അത് യാത്ര ചെയ്ത് അധികം പരിപാടിക്ക് പോകുന്നതല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ പറ്റുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പുതിയ ആശയങ്ങളുമായി. ഇപ്പോൾ പല മേഖലകളിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് പണ്ട് 30 വർഷം മുമ്പ് ചെയ്തതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, ലോകത്താകെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മൾ. അത് ചെയ്യുന്നതിനൊരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് ഈ സല്യൂട്ടിൻ്റെ ഭാഗമായി നിങ്ങളെ കണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക അതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ പങ്കെടുക്കാമെന്ന് താല്പര്യപൂർവ്വം ഞാനും എത്തിയത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ മേഖലയിലും ഇത്തരം പുതിയ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ സംബന്ധിച്ച് ഇങ്ങനൊരു മീറ്റിംഗ് അല്ലാതെ ഇത്തരം ഇൻട്രാക്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഇനിയുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും. അതിനകത്ത് ആ കാര്യങ്ങളിൽ പങ്കെടുക്കാം. ഏതായാലും ഇപ്പോഴത്തെ ഈ ഘട്ടം കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോകത്തിന് മുമ്പിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന മേഖലയാണ്, ഒരു സമയമാണ്. അതിന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വലിയ ശ്രമം ഉണ്ടാകണം. ഇവിടെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഓരോരുത്തരെയും എടുത്ത് മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അനുഭവമുണ്ട്. പുതിയ തരത്തിൽ ആ മേഖലകളിൽ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം യൂണിവേഴ്സിറ്റിയായി ചേർന്നിട്ടാണ് സിന്തൈറ്റ് പുതിയ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും ആ വകുപ്പ് അതിൻ്റെ കാര്യങ്ങളല്ലെങ്കിലും ഓരോ മേഖലയിലെയും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള ഓരോ മേഖലയിലെയും പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകൾ കൂടുതൽ നന്നായി ഉപയോഗിക്കുവാനും യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി ബന്ധം,
നമ്മുടെ നാടും ലോകത്തെ ബന്ധങ്ങളും വെച്ചിട്ടുള്ള ആ കണക്ടിവിറ്റിയൊക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം. ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ അങ്ങേയറ്റ സ്നേഹമാണ് നിങ്ങളോട് ഞങ്ങൾക്ക്. കൂടുതൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Thank you, Honorable Minister, for your insightful and inspiring address. To express our gratitude, I request Sri Davis Kallukaran to present a memento to the Honorable Minister. Sri Davis Kallukaran is Director in MEC from Oman. I request him to present a memento. Thank you, sir.